മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ പ്രഭാഷകൻ 14:8 നമുക്ക് ധ്യാന വിഷയമാക്കാം. അസൂയാലുവിന്റെ കണ്ണ് കുടിലമാണ്, അവൻ മറ്റുള്ളവരെ അവഗണിച്ച് മുഖം തിരിച്ചു കളയുന്നു. അസൂയാലുക്കളായ 2 സ്ത്രീകൾ അയൽവക്കത്ത് ജീവിച്ചിരുന്നു. നിർമ്മല, കോമളം എന്നീ പേരുകളായിരുന്നു അവരുടേതെങ്കിലും പേരുകൾ സൂചിപ്പിക്കും പോലെ ശുദ്ധഹൃദയരായിരുന്നില്ല അവരുടേത്. അസൂയ കലർന്ന സംസാരമായിരുന്നു അവരുടേത്. എന്നാൽ പുറമേ സ്നേഹം അവർ നടിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ കോമളം പുതിയ പട്ടുസാരി ചുറ്റി നിർമ്മലയുടെ വീട്ടിലെത്തി. നിർമ്മലയാകട്ടെ അത് കണ്ട ഭാവം പോലും നടിച്ചില്ല. കോമളം പറഞ്ഞു, എടി നിർമ്മലേ, പുതിയ പട്ടുസാരി ഉടുത്തിട്ട് ഭയങ്കര ഉഷ്ണം. അത് കേട്ട് നിർമ്മല ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തു. ഭർത്താവ് വിദേശത്തു നിന്നും കൊണ്ടുവന്ന ഫോറിൻ ഗ്ലാസ് പ്രദർശിപ്പിക്കുകയായിരുന്നു നിർമ്മലയുടെ ഉദ്ദേശം. ഗ്ലാസ് പുതിയതും ഫോറിനുമാണെന്ന് മനസ്സിലാക്കിയ കോമളം മിണ്ടാതിരുന്നു. അത് കണ്ടപ്പോൾ നിർമ്മല പറഞ്ഞു, എടി കോമളം, ഈ ഫോറിൻ ഗ്ലാസിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാൽ മതി, നിന്റെ വിശപ്പും ദാഹവും ദൂരെ പോകും. പൊങ്ങച്ചത്തിന്റെ പോക്ക് നോക്കണേ. സ്ത്രീ ചിന്തിക്കാൻ തുടങ്ങിയാൽ അവളുടെ ആദ്യ ചിന്ത പുതിയ വസ്ത്രത്തെക്കുറിച്ചായിരിക്കും. ഇത് ഞാൻ പറഞ്ഞു വെക്കുന്നത്, പ്രിയമുള്ള സഹോദരങ്ങളെ, പലപ്പോഴും അസൂയ നമ്മളെ ബാധിച്ചു കഴിയും മറ്റുള്ളവരെ നമ്മൾ അവഗണിക്കുകയാണ്. അതിനൊരിക്കലും ഇടവരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.